ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. കൊൽക്കത്തയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. 2000 മുതൽ 2011 വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. വിശദാംശങ്ങളുമായി നിമിഷ ചേരുന്നു. നിമിഷ, വളരെ വേദനയുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം മുതിർന്ന CPM നേതാവും അതുപോലെ തന്നെ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്? എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 80 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 11 വർഷത്തോളം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 1944 മാർച്ച് 1-ന് വടക്കൻ കൊൽക്കത്തയിലെ ഒരു യാഥാസ്ഥിക കുടുംബത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. 11 വർഷത്തോളം ബംഗാൾ ഭരിച്ചത് ഇദ്ദേഹമായിരുന്നു. 1966-ലാണ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. DYFIയിലൂടെയായിരുന്നു ഇദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1977-ലാണ് ആദ്യമായി ഇദ്ദേഹം മന്ത്രിയായത്. ജ്യോതി ബസു സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും പിന്നീട് മുഖ്യമന്ത്രി പദത്തിലും എത്തിയിട്ടുണ്ട്. 1966-ൽ CPM അംഗമായി പ്രവർത്തനം തുടങ്ങിയ ബുദ്ധദേവ് ഭട്ടാചാര്യ 1968-ൽ DYFI പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘടകത്തിൻ്റെ സെക്രട്ടറിയായി. 1971-ൽ CPM പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായും തുടർന്ന് 1982-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1984-ൽ പശ്ചിമ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായിരുന്നു. അതുപോലെ തന്നെ 1985-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും 2000-ൽ പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ചെയ്തു. 1977-ൽ പശ്ചിമ ബംഗാളിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് മന്ത്രിയായി. തുടർന്ന് 1987-ൽ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫിലിയേഷൻ മന്ത്രിയായും തുടർന്ന് 1996-ൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുമായി. തുടർന്ന് 1999-ൽ ഉപമുഖ്യമന്ത്രിയായ ഭട്ടാചാര്യ 2000-ലാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായത്. 11 വർഷത്തോളമായിരുന്നു ഇദ്ദേഹം ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായത്. ഇദ്ദേഹം ജ്യോതി ബസുവിൻ്റെ പിന്മുറക്കാരനായിരുന്നു. 23.5 വർഷത്തെ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം അധികാരം ബുദ്ധദേവ് ഭട്ടാചാര്യ ഏറ്റെടുക്കുകയായിരുന്നു. ബുദ്ധദേവിൻ്റെ കാലത്തായിരുന്നു നന്ദിഗ്രാമം അടക്കമുള്ള വിഷയങ്ങൾ നടന്നത്. അനുപ്രിയ, മുതിർന്ന CPM നേതാവും മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ്